തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ
ഓണാഘോഷ പരിപാടിയായ ശ്രാവണം 24 അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്തതായി നമുക്കായി ഈ പരിപാടിയിൽ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികൾക്കൊപ്പം ചേർന്നതുകൊണ്ട് നമ്മുടെ മഹാബലി തമ്പുരാനും ഈ വേദിയിലേക്ക് എഴുന്നള്ളിക്കൊണ്ട് ഔദ്യോഗികമായി ശ്രാവണം 24 ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചടങ്ങിലെ മറ്റൊരു വിശിഷ്ടാതിഥി വാട്ടർഫോർഡ് കൗണ്ടി മേയറായ ജെയ്സൺ മർഫിയാണ്. അദ്ദേഹം എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വാട്ടർഫോർഡ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ശ്രാവണം 24 ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഇവിടെ ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള കൗൺസിലർ ഫോർ വാട്ടർഫോർഡ് സിറ്റി വെസ്റ്റ് കൗൺസിലർ കില്ലൻ, അതുപോലെ തന്നെ സെന്റ് ഗ്രിഗോറിയസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് വാട്ടർഫോർഡിന്റെ വികാരിയായിട്ടുള്ള ഫാദർ അനൂപ് ജോർജ്, വാട്ടർഫോർഡ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് അനൂപ് ജോൺ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മഹാബലി തമ്പുരാനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി ഹാർദവമായി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും 2024 WB ഓണത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഷാജി പറഞ്ഞ പോലെ വിശിഷ്ടാതിഥികളെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സോ ഈവൻ Kundal is a beautiful councillor serving the Tremor and Waterford City West electoral area. As a dedicated public representative, he has been active in addressing local concerns, particularly focusing on issues related to healthcare, community welfare, and urban development in Waterford. One of his key concerns has been the state of healthcare services in Waterford, notably the long waiting times of elderly patients at UHW. He has been vocal about the need for government intervention to reduce these waiting times, particularly in the emergency department. Kundal is also known for supporting local initiatives aimed at improving the quality of the life of residents, advocating for infrastructure development, and championing measures that enhance public services. His role as a councillor demonstrates his commitment to addressing both immediate community needs and broader systemic issues in Waterford. I would like to invite Eamon to the podium. Give Eamon a big hand of applause, guys. അതുപോലെ തന്നെ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി നമ്മൾ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് വാട്ടർഫോർഡിന്റെ വികാരിയായിട്ടുള്ള ഫാദർ അനൂപ് ജോർജിനെ ക്ഷണിക്കുന്നു. വാട്ടർഫോർഡ് മലയാളി അസോസിയേഷന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അനൂപ് ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരെയും ഒരു കയ്യടിയോടെയാവട്ടെ ഈ ഓണം നമുക്ക് നൽകുന്നത്. അടുത്തതായി ഈ ഓണാഘോഷത്തിന്റെ ഏറ്റവും വലിയ ചീഫ് ഗസ്റ്റായ നമ്മുടെ സ്വന്തം മഹാബലി തമ്പുരാനെ വേദിയിലേക്ക് ഒരു നിറഞ്ഞ കയ്യടികളോടുകൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. And we are welcoming our chief guest for the event, our Mayor of Waterford, Jason Murphy, has focused on key community-driven initiatives. His contributions include affordable housing initiatives, infrastructure development, promotion of local business and tourism, environmental sustainability initiatives. These contributions reflect his commitment to both the physical and social development of Waterford, ensuring that it continues to grow as prosperous, inclusive community. Thank you, Jason, and welcoming to the event. പ്രിയപ്പെട്ടവരെ, വാട്ടർഫോർഡ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ശ്രാവണം 24 ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അംഗങ്ങളെയും വിശിഷ്ടാതിഥികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാനായി അസോസിയേഷന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ അനൂപ് ജോണിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട വാട്ടർഫോർഡ് നിവാസികളെ, വാട്ടർഫോർഡ് മലയാളി അസോസിയേഷൻ്റെ 16ാമത് ഓണാഘോഷം ഇവിടെ അരങ്ങേറുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിന് എത്തിച്ചേർന്ന, ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ ആൾക്കാർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു. നന്ദി അനൂപ് ജോൺ. അടുത്തതായി നമ്മുടെ ഈ ശ്രാവണം 24 ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമാണ്. ഉദ്ഘാടന കർമ്മത്തിലേക്ക് വാട്ടർഫോർഡ് സിറ്റി ആൻഡ് കൗണ്ടി മേയർ
കൗൺസിലർ ജെയ്സൺ മർഫിയെ ക്ഷണിക്കുകയാണ്. You can reduce the volume going, okay? So, ഓർമ്മകൾ 1000 പൂക്കളുമായി വീണ്ടും ഒരു പൂണ്ടാണ് കൂടി. ഓർമ്മകളിൽ പൂക്കാലം വിരിയിക്കാനായി വീണ്ടും ഒരു ഓണക്കാലം. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഓണം എല്ലാവർക്കും നേരുന്നു. So, on behalf of WME, I am inviting all for the WME's Honor Program, Shravanam 2024. So, now we are going to have our inaugural function. So, first of all, with regards to the Onam tradition that all the Indians follow, lighting of the lamp, as seen as auspicious and graceful. Following the tradition, we would like to start our program with lighting of the lamp. We would like to request all our guests to come forward to the ceremony, please. വാട്ടർഫോർഡ് മലയാളി അസോസിയേഷൻ അഭിമാന മത്സരം അവതരിപ്പിക്കുന്ന ശ്രാവണം 24 ഇതാ നിലവിളക്ക് തെളിയുകയാണ്. ഒരു നിറഞ്ഞ കൈയടിയോടുകൂടി ഈ മുഹൂർത്തത്തെ നമുക്ക് വരവേൽക്കാം. കള്ളവും ചതിയും ഒന്നുമില്ലാത്ത ഒരു കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകമെങ്ങും മലയാളി എവിടെയായിരുന്നാലും ഒരേ വികാരത്തോടെ ആഘോഷിക്കുന്ന ഓണം എന്ന അഭൂതപൂർവമായ മലയാളിയുടെ സ്വന്തം വികാരത്തെ ഒരിക്കൽ കൂടി നമുക്ക് സ്വാംശീകരിക്കാം. വാട്ടർഫോർഡ് GA ക്ലബ്ബ് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഇതാ നിലവിളക്കുകൾ തെളിയുകയാണ്. ശ്രാവണം 24 ഔദ്യോഗികമായി ഈ വേദിയിൽ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, ഒപ്പം സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. മഹാബലി തമ്പുരാനാണ് ഇപ്പോൾ നിലവിളക്ക് തെളിയിക്കുന്നത്. നമുക്ക് കൈയടിക്കാം ദയവായി പ്ലീസ്. ഇതൊരു ഓണാഘോഷം. We are grateful for all our guests. Thank you all. Now, let us continue on our ceremony with our inaugural address by our mayor. I am requesting Jason Murphy to come forward for a felicitation speech. I just want to give you a brief introduction about Mr. Murphy. Mr. Murphy is mayor of Waterford City and County. He is from Rajville, Waterford City, and he came from a political background. He is actively participating in our community issues and supporting to the local people. He is very much supportive for our Indian community. And thank you. Good afternoon, everyone. First of all, I'd just like to say how much of a great honour it is for me to be here today at a very special celebration. I believe it's a celebration of Onam at home, which is similar to our own Harvest Festival. So it just shows that we have a lot that brings us together, both our community, the Waterford and the Melanie community in India. I'm very proud to be here today. I've been working very closely with the community from Kerala over many, many years now, and it's always been a joy to work with your representatives. So I'd like to thank Jane for inviting me here today. I think it's going to be a great celebration. I was at your carnival yesterday in the Great Duke Grounds along with my council colleague Amy Quinlan, and that was a fantastic day. There were hundreds there. We had a great day of family entertainment. I think it's going to be a great afternoon. I'm looking forward to experiencing all the afternoon has to offer. I think we have some awards later on for some great results that your students have achieved in the Leaving Cert. I'm very happy to be part of that. I'm committed to working with the community from Kerala and the wider Indian community as we go forward. It's something that I'm very committed to do, and I know my council colleague, Councillor Amy Quinlan, is also committed to working with you over the next 5 years and hopefully into the future. Again, thanks very much for having me here today. It's a great honour for myself, and I'm very much looking forward to experiencing what the afternoon has to offer. Thank you again. Thank you. Thank you, Mr. Murphy. Now, I would like to invite Councillor Amy Quinlan for a presentation, please. I just want to say a few words about Mr. Eamon. Mr. Eamon is the councillor for Tramore and Waterford City West. He is an apprentice solicitor, and he served as a mayor and governor of University College, Cork. He's actually youthful. His youthful interaction and interest in the sporting areas has been very useful for our community.
Please, Mr. Vegan, thank you. Thank you very much. It is a great honour to be here with all of you today. This is actually my second Onam Festival. I was at the celebration last year and I'm back again, and it's wondrous to see the local Indian community go from strength to strength, as well as everyone else from the subcontinent. I must say that my journey with the local community began through the sport, that being the game of cricket. However, I must say since then I've gone on a multi-year crash course with some absolutely wonderful people who've taught me about your traditions, religion, when it comes to housing, when it comes to sport, when it comes to opening a business in Waterford. The Indian community has become absolutely built into the fabric of what it means to be part of Waterford in this day and age. I've had nothing but positive experiences with everyone I've ever met, and I must say that the Onam Festival is a wondrous festival. As the Mayor said there, it aligns quite well with our Harvest Festival that we're also having in Waterford this weekend. And I would just like to say that while this is my second Onam Festival, I'm sure there'll be many, many more to come in the future, and I think it's great that the organisers of today and the organisers in your community have put such a strong onus on maintaining your traditions, even though you're maybe far from home, but that you see Waterford as your new home. We very much appreciate everything you do, and I would like to say that I think we'll only go from strength to strength, whether that be in sport, education, in facilities, and I do talk to the Mayor often about having, I suppose, future facilities for yourselves so that you can explore and pass on your culture to your children, to the next generation in years to come, so that we can all get out of the renting game, that you have somewhere that's dedicated to yourselves. So with that, I would just like to say that I think we all have a bright future together. What you're doing here today is just magical, it's colourful, it's very much appreciated. I very much adore the attendances, the offers of attendance that I get from the community every year. And I'd just like to say that your exhibition of song, music, dance is wondrous to behold. And with that, I'll pass it back to the MC, and I thank you all once again for the invitation to share this Onam celebration with you once again. Thank you very much. Thank you, Mr. Glenn. Now, I would like to invite Father Anutor from St. Gregorius Indian Orthodox Church, Waterford, is Vicar from St. Gregorius Indian Orthodox Church. Would like to invite you for a small presentation, please. Thank you. Thank you, respected Mayor and Councillor, കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മാമായുടെ പ്രസിഡന്റ്, ഭരണ സമിതി അംഗങ്ങളെ, സ്നേഹിതരെ, സഹോദരങ്ങളെ, മലയാളിയെ സംബന്ധിച്ച് ഓണം ഏറ്റവും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഉത്സവമാണ്. ജാതി മത ഭേദമന്യേ നാം ഒന്നാണ്, നാം മലയാളിയാണ്, നാം കേരളീയനാണ് എന്ന് പറയുവാനും സാക്ഷിക്കുവാനും ചേർന്ന് നിൽക്കുവാനും കഴിയുന്ന ഒരു വലിയ ക്രമീകരണമാണ് ഓണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആദ്യം തന്നെ ഇങ്ങനെയുള്ള ക്രമീകരണത്തിൽ വാട്ടർഫോർഡ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ അനുമോദനങ്ങളും പ്രത്യേകമായിട്ട് ഈ മാമായുടെ സംഘടനകൾക്ക് നേരുന്നു. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും ഇത്രമാത്രം സന്തോഷം പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ മലയാളി അസോസിയേഷൻ കഴിയുന്നു എന്നതിൽ സന്തോഷവും സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഒരു കുഞ്ഞു ചിന്ത മാത്രം പങ്കുവയ്ക്കുകയാണ്. ഈ ലോകത്ത് മനുഷ്യന് ഏറ്റവും കൂടുതൽ കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. അത് സമ്പത്ത് കൊണ്ടോ മാനം കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ ക്രമീകരണങ്ങൾ കൊടുക്കുവാൻ നമുക്ക് കഴിയില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരുവന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ മറ്റുള്ളവന് കിട്ടുന്നതായ ഏറ്റവും വലിയ നിമിഷമെന്ന് പറയുന്നത് ഒരു വലിയ സമ്മാനമാണ്. അതുകൊണ്ട് ഈ കടന്നു വന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇന്ന് കടന്നു വന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഓണ സമ്മാനം നല്ല പുഞ്ചിരികൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഓണം മഹത്തായി തീരും. മലയാളി അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നു. മിസ് കേരള 24 വിന്നറായ റിറ്റി സൈഗോ, ഒപ്പം ഫൈനലിസ്റ്റായ റിയോ സൈഗോ, രണ്ടുപേർക്കും വാട്ടർഫോർഡ് മലയാളി അസോസിയേഷൻ്റെ സ്നേഹവും ഓണാശംസകളും അറിയിക്കുന്നു. ഒപ്പം ഈ രണ്ടുപേർക്കും ഓരോ ചെറിയ വാക്കുകളിൽ നമ്മുടെ അസോസിയേഷൻ അംഗങ്ങളോട് ഒരു ഓണ സന്ദേശം പറയാൻ കാണും, ഓരോ ഓണം വിഷു കാണും. ഇല്ലേ, രണ്ടുപേരും ഓരോ ചെറിയ വാക്കുകളിൽ.
എല്ലാവർക്കും നമസ്കാരം. I'm so honored to share the stage with all our distinguished guests. And I would like to take this moment to talk in my native language. This honor is very special for me. ഈ ഓണം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ മിസ് കേരള ആയാലും 2024 ആയതുകൊണ്ട് മാത്രമല്ല. ഈ ഓണം എല്ലാ വർഷവും നമ്മൾ ഓണം എപ്പോഴും നമ്മുടെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രം ആഘോഷിക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. പക്ഷേ ഈ ഓണം എനിക്ക് വാട്ടർഫോൾ മലയാളികൾ എല്ലാവരുടെയും ആഘോഷിക്കാൻ ഒരു അവസരമാണ് ജഗദീഷ് എനിക്ക് ഒരുക്കി തന്നത്. And I'm so thankful to God for having such a wonderful chance to celebrate Onam with you all. ഈ ഓണം സമൃദ്ധിയുടെയും സന്തോഷവും നിറഞ്ഞ ഒരു ഓണമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നന്ദി. Thank you, Ritti, for your kind words. And now, Riya, please. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റിയ സൈക്കോ. ഈ ലാസ്റ്റ് നടന്ന മിസ് കേരള ഐലൻഡ് 2024 ഫൈനലിസ്റ്റ് ആയിരുന്നു. ഇന്നിവിടെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുവാൻ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ വർഷവും ഓണം വീട്ടുകാരുടെ കൂടെയാണ് ഞങ്ങൾ ആഘോഷിക്കാറുള്ളത്. ബട്ട് ഈ വർഷം ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ കൂടെ ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. സം പ്രിവിലേജ് ആൻഡ് ഓൾ ഓണർ ഗസ്റ്റ് അച്ഛൻ എല്ലാവർക്കും നന്ദി, വളരെ നന്ദി. ആൻഡ് ഓൾ ഓർഗനൈസേഴ്സ് ഹു ഇൻവൈറ്റഡ് us here. Thank you very much and we wish you all happy Onam. Thank you very much. Thank you, Riya and Ritti, and you can join the stage, please. Thank you. താങ്ക് യു റിറ്റി. ഒരിക്കൽ കൂടി വാട്ടർഫോൾ മലയാളി അസോസിയേഷന്റെ അഭിനന്ദനങ്ങൾ കൂടി ഈ വേദിയിൽ റിറ്റിക്കായി നൽകുന്നു. ഒപ്പം ശ്രാവൺ 24 ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്ന ഈ വേദി നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മഹാബലി തമ്പുരാന്റെ വെറും 2 വാക്കുകൾക്കാണ്. ആ 2 വാക്കുകൾ കള്ളവും ചതിയും ഒന്നുമില്ലാത്ത ഒരു കാലത്ത് മലയാളി ലോകത്തിന്റെ എവിടെയായിരുന്നാലും അഭിമാനത്തോടുകൂടി ഒരു വികാരത്തോടുകൂടി ആഘോഷിക്കുന്ന ആ ചടങ്ങിൽ മലയാളിക്ക് ജനിച്ചപ്പോൾ മുതൽ മരണം വരെ ഓണം എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു മഹാബലി തമ്പുരാനാണ്. ഈ വേദിയിൽ ശ്രാവണം 24 വേദിയിൽ നമുക്കൊപ്പം നിൽക്കുന്ന മഹാബലി തമ്പുരാൻ നിങ്ങളോട് 2 വാക്ക് പറയുവാൻ വേണ്ടി കടന്നു വരികയാണ്. ആർപ്പുവിളികളോടെ കയ്യടികളോടുകൂടി മഹാബലി തമ്പുരാനെ നമുക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യാം. മഹാബലി തമ്പുരാനെ ഈ വേദിയിലേക്ക് സർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്താ പുന്നെ ഇത് ഓണമല്ലേ? ഒന്ന് അടിച്ചേ. എന്താണ് എന്തൊക്കെ നടന്നാലും എവിടെയൊക്കെ എന്ത് ദുരന്തമുണ്ടായാലും സമ്പദ് സമൃദ്ധിയുടെ ഒരു നല്ല കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മലയാളി ലോകത്ത് എവിടെയായിരുന്നാലും ആഘോഷിക്കുന്ന ഒരേ ഒരു ഉത്സവം അത് ഓണമാണ്. ഈ ഓണത്തിന് നമ്മളോടൊപ്പം ഇവിടെ എത്തിയ മഹാബലി തമ്പുരാനോട് അസോസിയേഷൻ നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ മഹാബലി തമ്പുരാനെ ക്ഷണിക്കുന്നു. എല്ലാവരും സന്തോഷമല്ലേ? എല്ലാവർക്കും സന്തോഷമല്ലേ? എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഹാപ്പി ഓണം ഫോർ ന്യൂ ജനറേഷൻ. ഹാപ്പി ഓണം. ഞങ്ങളുടെ വിന്നറാണ് വിന്നേഴ്സാണ് ക്ഷണിച്ചത്. ഓക്കെ, എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. Thank you, and for your kind words. Now, as we conclude our session, we request all